നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. റിയാദിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശി നൌഷാദിൽ നിന്നാണ് 168 പവൻ സ്വർണം പിടികൂടിയത്. ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, എപ്പോഴായിരുന്നു ഇങ്ങനെ സ്വർണം പിടികൂടിയത്? ഇതിപ്പോൾ ദിവസേന സ്വർണ്ണക്കടത്തും ദിവസേന അത് പിടികൂടുന്ന സാഹചര്യവുമുണ്ട്. ഇത് ഈ ഒരാൾ മാത്രമാണോ ഇങ്ങനെ സ്വർണം കടത്തിയത്? ഒരു സംഘമുണ്ടോ ഇതിൽ? വീണ, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പരിശോധന കർശനമാക്കിയതിനെ തുടർന്ന് ദിവസേന എന്നോണം സ്വർണം പിടികൂടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് റിയാദിൽ നിന്നും ബഹ്റിനിലേക്ക് യാത്ര ചെയ്ത കോഴിക്കോട് സ്വദേശി നൌഷാദിൽ നിന്ന് ഇത്തരത്തിൽ 84 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടിയത്. ഇയാളുടെ ബാഗേജ് സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് സ്വർണമുള്ളതായി കസ്റ്റംസ് അധികൃതർക്ക് സംശയം തോന്നുകയായിരുന്നു. തുടർന്ന് അതിനകത്തുണ്ടായിരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് 2 കഷ്ണങ്ങളാക്കി 1350 ഗ്രാമോളമുള്ള സ്വർണം ഘടിപ്പിച്ചതായി കസ്റ്റംസ് കണ്ടെത്തിയത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അതോ ഇയാൾ ഒറ്റയ്ക്കാണോ ഈ കൃത്യം ചെയ്തതെന്ന് തുടർന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആഭ്യന്തര യാത്രക്കാരെയും ഒപ്പം തന്നെ അന്താരാഷ്ട്ര യാത്രക്കാരെയും പരിശോധന കർശനമാക്കിയിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ്. പരിശോധന കർശനമാക്കിയതിനെ തുടർന്ന് ദിവസേന എന്നോണം ഇത്തരത്തിൽ സ്വർണം പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ തോതിൽ സ്വർണ്ണക്കടത്ത് നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഏതാണ്ട് 84 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന, അതായത് 168 പവൻ സ്വർണമാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. പരിശോധന കർശനമായി തന്നെ തുടരുന്നുമുണ്ട്. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനായി മാറ്റിയിരിക്കുകയാണ്. ശരി ബീന.